ഹായ് 2025 തുടക്കത്തിൽ നമ്മൾ പ്ലാൻ ചെയ്ത ഒരു കാര്യം ഉണ്ടായിരുന്നു ഫാദ്. എന്തായിരുന്നത്? ഒരു പോഡ്കാസ്റ്റ് തുടങ്ങണം എന്ന് 2025 നമ്മൾ തീരുമാനിച്ചു. പക്ഷെ അതിപ്പോ നടക്കുകയാണ്. പക്ഷെ 2026 തുടക്കത്തിൽ നമ്മൾ അന്ന് പ്ലാൻ ചെയ്തത് നമുക്കിപ്പോ സക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. ആദ്യത്തെ വീഡിയോ. Hi, this is me Fahad and this is Afnan. We are from ETI. Welcome to Podthings. അത് കലക്കി എന്തിനാവും ആദ്യത്തെ പോഡ്കാസ്റ്റ് ആണ്. എന്തിനാവോന്ന് അറിഞ്ഞൂടാ. ബേസിക്കലി നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും സംസാരിക്കാനല്ല, ജസ്റ്റ് ഫസ്റ്റ് വീഡിയോ ആണ്, ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. അതെ, 2025 നമ്മൾ കടന്നു വന്ന ഒരുപാട് ജേണി ഉണ്ട്. ഇനി എന്ത് ചെയ്യാൻ പോകുന്നു എന്നതിന്റെ ഒരു ഇൻട്രോ എന്ന രീതിക്കാണ് ഈ ഒരു പോഡ്കാസ്റ്റ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ 2025 ലാസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ എനിക്ക് ഒന്ന് ട്രേഡിങ്ങിന്റെ വീഡിയോ നമ്മളൊരു ചാലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 30 ഡേ ചാലഞ്ച്. അപ്പൊ ആ ചലഞ്ച് തൊട്ട് എല്ലാരും നമ്മൾ പറയുന്നുണ്ട് ട്രേഡിങ് എന്തായി പോയാ വന്നാ. അപ്പൊ അത് പിന്നെ നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. 30 ഡേ നമ്മൾ ട്രേഡ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി. പക്ഷെ നമ്മൾ അക്കൗണ്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ട്രേഡിംഗ് പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇട്ട് വന്നപ്പോഴത്തേക്ക് അക്കൗണ്ട് തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ എഡ്യൂക്കേഷൻ പർപ്പസ് എന്ന് കൊടുത്തില്ലേ, നമ്മൾ മറ്റേ ഫിനാൻഷ്യൽ പർപ്പസ് എന്നായിരുന്നു കൊടുത്ത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതിന്റെ റീസൺ വന്നപ്പോഴത്തേക്ക് അങ്ങനെ ഫിനാൻഷ്യൽ രീതിയിൽ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ എഡ്യൂക്കേഷൻ പർപ്പസ് എന്ന രീതിയിൽ കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ആ 30 ഡേ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തതിന്റെ വീഡിയോ നമുക്ക് അപ്പ് ചെയ്യാൻ പറ്റിയത്. എനിക്ക് തോന്നുന്നു അറൌണ്ട് നമ്മളൊരു 25 അല്ലെങ്കിൽ 26 ഡേയ്സ് നമ്മൾ ചെയ്യുന്നു. ലാസ്റ്റ് നമ്മൾ ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്തു. ലാസ്റ്റ് നമ്മൾ വീഡിയോ എടുക്കുന്നത് ഗോവയിൽ വെച്ചാണ്. ഗോവയിൽ 30 ഡേ കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മൾ പോയത്. പക്ഷെ അത് ഫിനിഷ് ചെയ്തു, പോയി. അപ്പൊ പിന്നെ അത് ഡ്രോപ്പ് ആയി പോയി. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് നമ്മൾ അത് പിന്നെ അതും ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തു, ബാക്കി നമ്മളെ കാര്യങ്ങളോട്ട് പോയി. പക്ഷെ ട്രേഡിംഗ് അതേപോലെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ മെയിൻ ആയിട്ട് നമുക്ക് ഈ പോഡ്കാസ്റ്റിൽ നമ്മൾ മെയിൻ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളത് നമ്മുടെ ETI. അതായത് ഇപ്പൊ നമ്മളെ വീഡിയോസ് ഒക്കെ കണ്ടവർക്ക് അറിയാം എന്താണ് ETI, നമ്മൾ എങ്ങനെയാണ് ആ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്തത് എന്നൊക്കെ ചിലവർക്കൊക്കെ അറിയാം. പക്ഷെ എന്നാലും എല്ലാവർക്കും അത് അറിയാൻ സാധ്യതയില്ല. അപ്പൊ നമ്മൾ 2023 24 ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ആദ്യമായി ട്രേഡിംഗ് പഠിച്ചു, 24 പഠിച്ചു, 25 തുടങ്ങിയപ്പോഴത്തേക്കാണ് നമ്മൾ ഇവിടെ ജോയിൻ ആവുന്നത്. 25 സ്റ്റാർട്ട്. അപ്പൊ ഈ 25 നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിറങ്ങിയിട്ട് നമ്മൾ എങ്ങനെ ട്രേഡിംഗ് ജേണി സ്റ്റാർട്ട് ചെയ്തു, നമ്മളിപ്പോ എവിടം വരെ എത്തി. അപ്പൊ അവിടെ നിന്ന് പഠിച്ചിറങ്ങിയത് കൊണ്ടാണോ നമ്മൾ ഇങ്ങനെ ആയത് എന്ന് ചോദിച്ചാൽ അല്ല. അപ്പൊ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് ബാക്കിയുള്ളവർക്ക് കൊടുക്കണം. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് അങ്ങനെ ഒരു കാര്യമാണ്. അതെ. അപ്പൊ ഈ ETI എന്ന് പറയുന്നത് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന രീതിക്കും ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുന്ന ആദ്യമായി ട്രേഡിങ്ങിൽ വരുന്ന ആൾക്കാർക്ക് ഒരു ഹെൽപ്പ്. കാരണം നമ്മൾ ആദ്യം ട്രേഡിംഗ് വേറെ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നമ്മൾ ഒരു ട്രേഡർ ആവത്തില്ല. കാരണം അവിടെ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്സ് തൊട്ട് പഠിപ്പിക്കും. പക്ഷേ ഇപ്പൊ നമ്മൾ ഇപ്പൊ ഒരു 2 മാസത്തെ കോഴ്സ് ആണെങ്കിൽ അവർ തരണമെങ്കിൽ ഇപ്പൊ അതിലെ തുടക്കങ്ങൾ പഠിപ്പിച്ച് എന്ന് പറഞ്ഞപ്പോ ആദ്യം സ്റ്റോക്കിലായിരിക്കും കയറണം. സ്റ്റോക്കിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ച് എത്തി ആ ഒരു ഡ്യൂറേഷൻ കുറവ് കാരണം ഓപ്ഷൻസ് ചിലപ്പോൾ തൊട്ടേ വിടുള്ളൂ. നമുക്ക് അങ്ങനെയാണ് ഓർമ്മയുണ്ട്. നമ്മൾ ഓപ്ഷൻസ് ഇപ്പം ട്രേഡിംഗ് പഠിച്ചപ്പോഴത്തേക്ക് സ്റ്റോക്ക് ഫുൾ അവർ പഠിപ്പിച്ചു. ഓപ്ഷൻസിലേക്ക് കയറുമ്പോഴത്തേക്ക് 3 ക്ലാസ്സേ ഉള്ളൂ. അപ്പൊ ഓപ്ഷൻസിൽ ആദ്യമേ അവർ നമുക്ക് തരുന്ന ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ഓപ്ഷൻസ് ടഫാണ്, പൈസ ഓപ്ഷൻസ് പോകും, നഷ്ടപ്പെടും. അപ്പൊ അങ്ങനെ ഒരു ഇത് ആദ്യമേ നമുക്ക് തന്നിട്ടാണ് ഇവർ ഓപ്ഷൻസ് പഠിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ 24 പഠിച്ചിറങ്ങിയിട്ട് ഞാൻ ഓപ്ഷൻസ് ചെയ്യണത് 25-ലാണ്. എന്താണെന്നുള്ളൊരു ക്ലാരിഫിക്കേഷൻ കിട്ടിയത്, കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള രീതി വന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ട്രേഡിംഗ് പഠിച്ചിറങ്ങുന്ന ഇപ്പൊ എനിക്ക് തോന്നുന്നു ഡിഗ്രി ആയാലും +2 കഴിഞ്ഞിട്ടുള്ള എല്ലാവരും ട്രേഡിംഗ് പഠിക്കുന്നു. കാരണം സോഷ്യൽ മീഡിയ എക്സ്പോഷർ അതിന് കിട്ടിയത് കൊണ്ട് എല്ലാവരും ഇതിലോട്ട് ഇറങ്ങിയാണ്. അപ്പൊ ഇതിപ്പോ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഒരു 100 പേര് ഉണ്ടെങ്കിൽ അതിലൊരു 80 പേര് ഇപ്പൊ ട്രേഡിംഗ് ആണ് ചെയ്യണം. പക്ഷെ ഇതില് അവർക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ പ്രോപ്പർ ആയിട്ടുള്ള സപ്പോർട്ട് ഇല്ല. ഇപ്പൊ ട്രേഡിംഗ് ഇപ്പം യൂട്യൂബിൽ ഫ്രീ ആയിട്ട് ഒരു ട്രേഡിംഗ് പഠിപ്പിക്കും. എല്ലാവരും ഫ്രീ ആയിട്ട് ട്രേഡിംഗ് പഠിച്ചിട്ട് ഇവര് ആരെ ഒരു ഗൈഡൻസ് ഇല്ലാതെ ഇവർ ആദ്യമേ പൈസ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ നമ്മള് ഇൻഡിവിജ്വൽ ആയിട്ട് വീട്ടിലിരുന്ന് നമ്മൾ ചെയ്യുന്ന സമയത്ത് സ്റ്റോക്കിലായിരുന്നു. നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള നമുക്ക് മെന്റർ ഉണ്ട്, നമുക്ക് പറഞ്ഞു തരാനും കൂടി ഇരുന്ന് ചെയ്യാനും നമുക്ക് ഒരാളുണ്ട്. ഇത് ബാക്കിയുള്ളവർക്ക് ഇല്ല. ഇപ്പൊ പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് ഇത് കിട്ടണമെന്നില്ല. ഇപ്പൊ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചാൽ ഇവര് ലൈഫ് ലോങ് ഒരു മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, സമയം ആകുമ്പോഴത്തേക്ക് നമ്മളത് മടിച്ച് നിർത്തും. എത്ര മെന്റർഷിപ്പ് ലോങ് ടൈമിലോട്ട് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഇത്
എടുക്കുന്നില്ല ആരും. ഇല്ല. അപ്പൊ അതിനെല്ലാത്തിനും ഒരു ഇതായിട്ട് കൂടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിലാണ് നമ്മൾ ഈ പോഡ്കാസ്റ്റ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തത്. ഈ ഒരു പോഡ്കാസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് 2025 നമ്മൾ ഇൻഡിവിജ്വലി സ്റ്റാർട്ട് ചെയ്യുന്ന സാധനവും. അപ്പൊ ആ ഒരു സാധനം നമ്മൾ പിന്നെ ഇപ്പൊ വന്നു, നമ്മൾ ഒരു കമ്പനിയിൽ നിൽക്കുന്നുണ്ട്. ആ കമ്പനിയുമായി ചേർന്നുകൊണ്ട് പോഡ്കാസ്റ്റും എല്ലാ കാര്യങ്ങളും റൺ ചെയ്യാനാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അതിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിലും നമ്മളെ ETA ഇൻട്രൊഡക്ഷനും എല്ലാത്തിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് കാര്യത്തിലോട്ട് എത്താം. അതായത് നമുക്കിനി എങ്ങനെ ETA നമ്മൾ ജോയിൻ ആയി, ETA ജോയിൻ ആയിട്ട് ETA എന്ന പ്ലാൻ, അതായത് ഇനി ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ പോവുകയാണ്, അതോടൊപ്പം തന്നെ നമ്മൾ ട്രേഡിംഗ് ഫ്ലോർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിലേക്കുള്ള ഒരു ജേണി സംസാരിക്കാം. ജേണിയെ പറ്റി സംസാരിക്കാം. അത് നമ്മൾ ഈ ETA വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കൂട്ടുകാരൻ, ഒരു ഫ്രണ്ട് വഴിയാണ്. ആ ഫ്രണ്ട് നമ്മളെ റെഫർ ചെയ്തു, അങ്ങനെയാണ് നമ്മൾ ഇതിലെത്തുന്നത്. അപ്പൊ നമ്മള് ഈ ട്രേഡിങ്ങിനെ പറ്റി പഠിച്ചതും കാര്യങ്ങളെല്ലാം ആ കൂട്ടുകാരനെ അറിയാം. അപ്പൊ അങ്ങനെ ആ ഒരു ഫ്രണ്ട് വഴി നമ്മളെ ഇതിലോട്ട് റെഫർ ചെയ്തു, അങ്ങനെയാണ് നമ്മൾ ഇതിലെത്തുന്നത്. അപ്പൊ അവർ എത്തിയതിന് ശേഷമാണ് ഇതിൽ ഓപ്ഷൻസ് എങ്ങനെയാണ്, ഓപ്ഷൻ എങ്ങനെ ബൈ ചെയ്യാം, ഒരു സ്ട്രൈക്ക് എങ്ങനെ എടുക്കാം എന്നുള്ള എല്ലാ കേസും നമ്മൾ പഠിക്കുന്നത് ഇവിടെ എത്തിയതിന് ശേഷം തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നമ്മുടെ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ പഠിച്ചിറങ്ങിയിട്ട് ഒന്നാമത്തെ കാര്യം ഫണ്ടില്ല. അപ്പോൾ നമ്മൾ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്ത് എല്ലാം ഫിനിഷ് ആയതിനു ശേഷം അതിൽ നിന്ന് കുറച്ച് പൈസ സേവ് ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഈ ട്രേഡ് ചെയ്ത ആദ്യത്തെ എമൗണ്ട് നമ്മൾ സേവ് ചെയ്ത് സ്റ്റോക്കിലിട്ട്, അപ്പോൾ സ്റ്റോക്കിന്റെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ, ഒറ്റയടിക്ക് വലിയ പ്രോഫിറ്റ് ഇൻട്രാഡേ ചെയ്താൽ നമ്മളെല്ലാവരും ആദ്യമേ നമ്മൾ പഠിച്ചിറങ്ങിയ ഉടനെ എല്ലാവരും ഇൻട്രാഡേ ആയിരിക്കും എല്ലാവരും ചൂസ് ചെയ്യുന്നത്. അപ്പൊ കാരണം പഠിക്കാൻ കയറുമ്പോഴത്തേക്കും എല്ലാവരുടെ ഉള്ളിൽ എന്താണ്, ഇപ്പൊ ഇന്നിപ്പോ ട്രേഡിംഗ് പഠിച്ചാല് നാളെ നമുക്ക് പൈസ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇൻട്രാഡേ രാവിലെ തുടങ്ങിയ വൈകിട്ട് ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇരുന്നിട്ട് അവിടുത്തെ മെന്റർ ഒരു 1000 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് നമുക്ക് അന്ന് മനസ്സിലായി 1000 രൂപ 5 മിനിറ്റിലോ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് കിട്ടുന്ന അന്നത്തെ ശമ്പളം, അതായത് നമ്മൾ രാവിലെ മുതൽ ഉച്ച വരെ അല്ലെങ്കിൽ വൈകിട്ട് വരെ ഒരു ജോലി ചെയ്താൽ 600 രൂപ 700. അപ്പൊ ആ ഒരു സാധനം ഒരു ക്യാൻഡിൽ അതായത് 5 മിനിറ്റിലോ 10 മിനിറ്റിനോ ഉള്ളിൽ അത് കിട്ടുന്നുണ്ടെങ്കിൽ അത് എല്ലാവരെയും ഒരു ഇതാകും. പക്ഷെ കിട്ടുന്നത് മാത്രമേ എല്ലാവരും മെയിനായിട്ട് ചിന്തിക്കണുള്ളൂ. ഇത് എങ്ങനെ ഇതിപ്പോ ഈ 1000 രൂപ എന്നുള്ളത് നമ്മൾ പ്രോപ്പർ സ്റ്റഡി അല്ല, അതിൽ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല, നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ 1000 രൂപ സ്ട്രാറ്റജി മാത്രം പോരല്ല, നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് അല്ലേ. ഇപ്പൊ വരുന്ന എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ചാൽ പച്ച കണ്ട C, ചുവപ്പ് കണ്ട P, ആ രീതിക്കാണ്. വെറുതെ വരുന്നു, രാവിലെ ഇപ്പോൾ ഒരു പ്രോപ്പറായിട്ട് ഒരു പ്ലാൻ ചെയ്തു, അത് എടുത്തു, പക്ഷേ SL അടിച്ചു, ലോസിൽ പോയി, പറ്റൂല. വീണ്ടും റിപ്പീറ്റ്, വീണ്ടും എടുക്കുന്നു, ഇമോഷൻ ഒരുമാതിരിയായി അങ്ങോട്ടും ഇങ്ങോട്ടും കലങ്ങി മൊത്തം പൈസയും ക്യാപിറ്റൽ വാഷ് ഔട്ട് ആവും. അതിന് വേണ്ട ഒരു പ്രോപ്പർ ആയിട്ട് ഡിസിപ്ലിനും വേണം, ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് നല്ല രീതിയിലുള്ള ഇത് വരും. ഇനി ഫഹദ്, നമുക്ക് എന്താണ് ETA? വാട്ട് ഈസ് ETA? ETA കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈസി ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള ഒരു ഇതാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പൊ ഇതിൽ തന്നെ ഇനി നമുക്കിനി കോഴ്സ് വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ നമ്മളിപ്പോ ഒരു പുതിയ ബിൽഡിംഗ് നമുക്കുണ്ട്, ഇപ്പൊ അതിന്റെ വർക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഏകദേശം ആയിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ നമുക്ക് ട്രേഡിംഗ് ഫ്ലോർ ഉണ്ട് അവിടെ തന്നെ. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അവിടെ വരുന്നുണ്ട്. നമ്മൾ ഈ കഴിഞ്ഞ 30 ഡേ ചലഞ്ചിൽ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരാളുടെ സപ്പോർട്ടോട് കൂടി ട്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് 30 ദിവസം കൊണ്ട് നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഈ 30 ഡേയ്സിൽ നമ്മൾ ചെയ്തത് എന്തെന്ന് വെച്ചാൽ, നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് നമ്മളെ മെൻറ്റർ എന്ന് പറയുന്നത് അനീസാറാണ്. അപ്പോൾ പുള്ളിക്കാരൻ 8 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ETA മാനേജ് ചെയ്യുന്നതും പുള്ളിക്കാരനാണ്. അപ്പോൾ സാറിൻ്റെ മെൻറ്റർഷിപ്പിൽ സാറ് തരുന്ന കോഴ്സ് പ്ലസ് നമ്മൾ എന്താണോ പഠിച്ചത് അത് രണ്ടും കൂടി വെച്ച് നമുക്ക് ട്രേഡ് എടുക്കുമ്പോഴത്തേക്ക് പ്രോഫിറ്റബിൾ ആകാൻ പറ്റുമോ എന്ന ഒരു ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ പറയാൻ അന്ന് ആഗ്രഹിച്ചെന്താ, നമ്മൾ ഈ ETA തുടങ്ങുകയാണ്. അപ്പൊ ETA അതായത് നമ്മൾ കോഴ്സ്, പിന്നെ ട്രേഡിംഗ് ഫ്ലോർ. കാരണം നമ്മൾ ട്രേഡിംഗ് ഫ്ലോർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ നമ്മളുണ്ടാവും, അതുപോലെ ട്രേഡിംഗ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അതിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പൊ പുതുതായിട്ട് വരുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ ട്രേഡ് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടുള്ളവർക്ക് അവിടെ വന്നിരുന്നാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. എക്സ്പീരിയൻസ് മാത്രമല്ല, അവർക്ക് നല്ല ലെസൺ കിട്ടും. നമ്മളിപ്പം ഇപ്പൊ ആരെയും സപ്പോർട്ട് ഇല്ലാതെ ട്രേഡ് ചെയ്ത് വരുന്ന ഒരാൾ പഠിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇന്നിപ്പോ 1000 ലോസ് ആയാലായിരിക്കും പഠിക്കണം ഇത് ഇങ്ങനെ ചെയ്തുള്ള. അപ്പം നമ്മൾ ട്രേഡിംഗ് ഫ്ലോറിൽ വരുമ്പോഴത്തേക്ക് നമുക്കത് പറഞ്ഞു തരാൻ ആളുണ്ട്, ഇതിപ്പോ ലോസ് ആയതിന്റെ കാരണം എന്നൊന്നും ഒരാൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ വീണ്ടും കൺഫ്യൂസ് ആവും, എന്ത് പറ്റി ഒന്നുമില്ല എന്നും പറഞ്ഞ് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് അത് തന്നെ ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു സപ്പോർട്ട് ഈ പുതുതായിട്ട് വരുന്ന ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മൾ ഈ ETA മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്.
ഞാൻ ഈ ETAയിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ ട്രേഡിങ്ങിൽ വരുന്ന എല്ലാവരും കേൾക്കുന്ന കുറച്ച് പേരുകളുണ്ട്. അതായത് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും പോപ്പുലർ ആയിട്ടുള്ള കുറേ ട്രേഡേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ മാത്രമാണ് നമ്മൾ മെയിൻലി വെച്ചെന്ന് വെച്ചാൽ അവർ അങ്ങനത്തെ കുറച്ച് ആൾക്കാരാണ് മെയിൻ ട്രേഡേഴ്സ് എന്നുള്ളൊരു ചിന്തയിലാണ് നമ്മളും വന്നത്, ജീവിച്ചത്. അപ്പോൾ ETAയിൽ വന്നതിന് ശേഷമാണ് സാർ ആരാണെന്ന് നമ്മൾ മനസ്സിലാവുന്നത്, അനീസ് സാർ. അപ്പോൾ സാറിന്റെ കഴിഞ്ഞ 8 വർഷത്തെ ജേണി, സാർ ഒരു ഓപ്ഷൻ ബയ്യറാണ്. അപ്പൊ എല്ലാരും നമ്മൾ ഈ മെയിൻ ആയിട്ട് കാണുന്ന മിക്കുള്ള ഒരു ഓപ്ഷൻ സെല്ലേഴ്സ് ആണ്. മെയിനാണ്, പേരിവിടെ മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ സാർ ഓപ്ഷൻ ബയ്യറാണ്. സാറിനെ സംബന്ധിച്ചിടത്തോളം സാറ് ചെയ്യുന്ന ഓരോ ട്രേഡും സാറിന്റെ ഈ ഒരു ജേണിയും സാറിന്റെ ഫണ്ട്, സാറിന്റെ പ്രോഫിറ്റ് ഡേയ്സുകൾ നമ്മൾ P&L നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു മാസം 20 ട്രേഡ് എടുത്താൽ അതിൽ ഓവറോൾ സാർ പ്രോഫിറ്റിലായിരിക്കും. അപ്പൊ സാറുമായിട്ട് സാറിന് അങ്ങനെ ആർക്കും അറിയത്തില്ല, കാരണം സാർ അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ അങ്ങനെ ഒന്നുമില്ല. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ സാറിനെ വെച്ച് നോക്കിയാൽ തന്നെ സാറാണെങ്കിൽ അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലോ സോഷ്യൽ മീഡിയ അങ്ങനെ എക്സ്പോഷർ ഒന്നും ആഗ്രഹിക്കാത്ത ഒരു പുള്ളിക്കാരൻ. അപ്പൊ അതുകൊണ്ടാണ് സാറിനെ അങ്ങനെ ആർക്കും അറിഞ്ഞുകൂടാത്തത്. ഇപ്പൊ നോർമലി നോക്കുന്ന ബാക്കിയുള്ള എല്ലാവരും ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തുകൊണ്ട് അവരെ ആ ഒരു ജേണി പുറത്ത് കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ നോർമലി അങ്ങനെ ചെയ്യുന്നില്ല. നമ്മള് അവിടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ പോയപ്പോഴത്തേക്ക് നമ്മൾ നോട്ട് ചെയ്ത ഒരു കാര്യം, നമ്മളെ മൈൻഡിൽ എന്ന് വെച്ചാൽ ട്രേഡേഴ്സ്മാര് എല്ലാവരും മറ്റേ ലക്ഷറി ലൈഫാണ്, അവരുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്. നമ്മൾ ചെന്നപ്പോൾ നമ്മൾ ആദ്യം നമ്മളുടെ മെന്റർ സാറിന്റെ വണ്ടി ഏത്, കയ്യിൽ കിടക്കുന്ന വാച്ച് ഏത്, ഡ്രസ്സിങ് എങ്ങനെ, അപ്പൊ അതൊക്കെ നോക്കിയപ്പോഴത്തേക്ക് ആ ടൈമിൽ നമ്മൾ ഇയാള് പോരാ ആ ചിന്ത. പക്ഷേ പുള്ളിക്കാരന്റെ P&L ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് എന്തായിരുന്നു, കാരണം P&L മനസ്സിലായി ഒരു ട്രേഡർ ആണെന്ന് ബാക്കിയുള്ളവരെ കാണിക്കേണ്ട ആവശ്യമില്ല. സ്വയം അതിന്റെ P&L എല്ലാം വേണ്ടത്. നമ്മൾ ട്രേഡ് ചെയ്യുന്ന പ്രോപ്പർ സ്ട്രാറ്റജി കറക്റ്റ് ആയിരിക്കണം, ട്രേഡിങ് കറക്റ്റ് ആയിരിക്കണം, കറക്റ്റ് പ്രോഫിറ്റബിൾ ആയിരിക്കണം മൊത്തത്തിൽ. അല്ലാതെ ട്രേഡർ ആണ് എന്നും പറഞ്ഞ് വെളിയിൽ ഔട്ട് കൊടുത്തിട്ട് P&L നോക്കുമ്പോഴത്തേക്ക് ചോപ്പ് കത്തിയിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ കിട്ടിയ സാറിന്. അപ്പോൾ അതുപോലത്തെ ഒരുപാട് ട്രേഡേഴ്സ് ഇവിടെ ഉണ്ട്. അതായത് ആർക്കും അറിഞ്ഞുകൂടാത്ത, അല്ലെങ്കിൽ ട്രേഡർ ആണ് എന്ന് സ്വയം ആരെയും അറിയിക്കാത്ത പ്രൊഫഷണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രേഡേഴ്സ്. അപ്പോൾ നമുക്ക് ഈ ETAയിൽ ട്രേഡിംഗ് ഫ്ലോർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് പുതുതായി വരുന്ന ആൾക്കാർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ വരാം, നമുക്ക് ETAയുടെ ട്രേഡിംഗ് ഫ്ലോറിൽ ആർക്ക് വേണോ ജോയിൻ ചെയ്യാം, എപ്പോൾ വേണോ വരാം. നമ്മുടെ നോർമൽ ഇന്ത്യൻ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 9 തൊട്ട് വൈകിട്ട് വരെയാണ്. വൈകിട്ട് വരെ നിങ്ങൾക്ക് അവിടെ വന്നിരുന്ന് ട്രേഡ് ചെയ്യാം. നിങ്ങളെ കൂടെ ഇപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഉൾപ്പെടെ. ഞാൻ ഇപ്പോൾ 2 വർഷമായിട്ടാണ് ട്രേഡിങ്ങിൽ വന്നത്. അപ്പോൾ ആദ്യത്തെ 1 വർഷത്തിന് ശേഷമാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ വന്നിട്ട് എനിക്കിപ്പോൾ ഇത്രയും മെൻറ്റർഷിപ്പ് കാര്യങ്ങളെല്ലാം കിട്ടിയിട്ട് എൻ്റെ ഇപ്പോൾ P&L നോക്കുവാണെങ്കിൽ ഞാനിപ്പം ഓക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ എനിക്കിത് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും അത് പറ്റും. ഇപ്പോൾ നമ്മുടെ ട്രേഡിംഗ് ഫ്ലോറിൽ വന്നിട്ട് നമ്മൾ സാറ് ട്രേഡേഴ്സ് നമുക്കിനി ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, ഹെൽപ്പ് ആയിരിക്കും അവർക്ക്. അപ്പോൾ ഈ ETA നമ്മൾ ബാക്കി സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നായിരിക്കും, 2026 തുടക്കത്തിൽ തന്നെ നമ്മൾ അതെന്തായാലും സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അത് മുൻപോട്ടുള്ള വീഡിയോയിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഇനിയിപ്പം വരുന്ന വീഡിയോസ്, ഇതിപ്പോ നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ മാത്രമേ നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള വീഡിയോസ് ഇപ്പൊ നിങ്ങൾക്ക് ഇനി തൊട്ട് ഇനി അടുത്ത നമ്മൾ ഇത് യൂട്യൂബിലും ബാക്കി കാര്യങ്ങളിലൊക്കെ വരുമ്പോഴത്തേക്ക് ഇനി അടുത്ത സെക്കൻഡ് വീഡിയോസ് വരുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ട്രിവാൻഡ്രത്ത് അങ്ങനെ ട്രേഡിംഗ് ഫ്ലോർ വലുതായിട്ടുള്ള ഒരു ട്രേഡിംഗ് ഫ്ലോർ ഇല്ല എന്ന് തോന്നുന്നു. വലിയൊരു ട്രേഡിംഗ് ഫ്ലോർ എനിക്കൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല, നല്ലൊരു ഇപ്പൊ സപ്പോർട്ട് ഉള്ള ഒരു ട്രേഡിംഗ് ഫ്ലോർ ഇല്ല. എനിക്ക് തോന്നുന്നു കാലിക്കറ്റ്, എറണാകുളം അവിടെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് കൊച്ചി സൈഡ്, കാലിക്കറ്റ് സൈഡ്, അവിടെയാണ് മെയിൻലി ഇപ്പൊ എല്ലാരെയും ഇതുള്ളത്. ഇപ്പൊ ഈ ഒരു ട്രിവാൻഡ്രം സൈഡ് എനിക്ക് തോന്നുന്നു ഇപ്പം മെയിൻലി ഇപ്പം നമ്മൾ തന്നെയാണ് ഇപ്പം മെയിൻലി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് തോന്നുന്നു. നമ്മൾ എന്തായാലും ഈ വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ട്രേഡിംഗ് ഫ്ലോർ എന്താണെന്നും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നും ഉള്ള ഫുൾ വീഡിയോസ് നമുക്ക് വരും ദിവസങ്ങളിൽ ഇടാം അല്ലെ. ഇപ്പോൾ നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റിലൂടെ നമ്മൾ പറയാൻ ആഗ്രഹിച്ചതെന്ന് വെച്ചാൽ 2024 നമ്മൾ ജേണി തുടങ്ങി ട്രേഡിങ്. എല്ലാവരും ആദ്യം പറയും 3 വർഷം കഴിഞ്ഞാലേ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റും, 4 വർഷം 5 വർഷം. നല്ലൊരു സപ്പോർട്ടും നല്ലൊരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റിയാൽ, ഡിസിപ്ലിനോട് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് 2 വർഷവും 1 വർഷവും മതി ട്രേഡിംഗ് പഠിക്കാൻ. ഇപ്പൊ ഓരോരുത്തരുടെ ഇതനുസരിച്ചായിരിക്കും. ഇപ്പൊ എനിക്ക് ചിലപ്പോൾ എടുക്കുന്നത് ചിലപ്പോൾ 5 വർഷം എടുത്തായിരിക്കും ഞാൻ ഒരു പ്രോഫിറ്റബിൾ ആവുന്നത്. പക്ഷെ അതേ സമയത്ത് നീ എടുക്കുന്നത് ചിലപ്പോൾ നിനക്ക് 2 വർഷം കൊണ്ട് തന്നെ നിനക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റും. അപ്പൊ അത് ഓരോരുത്തർ ആ ഒരു മാർക്കറ്റിനെ എങ്ങനെ കണ്ടുകൊണ്ട് അതിനെ ബിൽഡ് ചെയ്തെടുക്കുന്നതനുസരിച്ചിരിക്കും. അതിന്റെ കൂടെ ഒരു മെന്റർഷിപ്പ് നമുക്ക് കിട്ടുവാണെങ്കിൽ ഹെൽപ്ഫുൾ ആണ്. അപ്പൊ അത് നമുക്കൊരു ചിലപ്പോൾ 3 വർഷം കൊണ്ട് നമ്മൾ പ്രോഫിറ്റബിൾ ആവാൻ പറ്റുന്നത് ഒരു നല്ല രീതിയിൽ മെന്റർഷിപ്പും അഡ്വൈസും എല്ലാ കാര്യങ്ങളും കിട്ടുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്കൊരു 1.5 ആ ഒരു ഇയർ ഗ്യാപ്പിൽ നമുക്ക് കിട്ടുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിന് ഇപ്പം ഒരു 100% ഒരിക്കലും ആയിട്ടില്ല. നമുക്കൊരു 50
കഴിഞ്ഞു. 50 എബോവിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. നമുക്ക് ഈ ഒരു ടൈം ഗ്യാപ്പിൽ നമുക്ക് അത് സാധിച്ചിട്ടുണ്ടെങ്കിൽ പുതുതായിട്ട് എന്തായാലും ഉറപ്പായിട്ടും പറ്റും. അതിനുള്ള ഒരു ഗ്യാരണ്ടി നമുക്ക് തരാൻ പറ്റും. കാരണം ETA നമ്മൾ അവതരിപ്പിക്കുന്നതേ പുതുതായി വരുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ്. കാരണം ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഇപ്പൊ നമ്മുടെ തന്നെ ട്രേഡിംഗ് ഫ്ലോർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഫീസ് കൊടുത്ത് പഠിച്ചതിന് ശേഷം നമുക്കറിയാം നമുക്ക് എത്ര സപ്പോർട്ട് കിട്ടി, നമ്മൾ എങ്ങനെയാണ് അവിടെ നിന്ന് പഠിച്ച് ഇറങ്ങിയത്. 3 മാസത്തെ കോഴ്സ് പറഞ്ഞാൽ പോലും ലൈഫ് ടൈം ഫ്രീ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ട്രേഡിംഗ് ഫ്ലോർ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഓപ്ഷൻസിൽ 100% ആക്കിയിട്ട് ഏത് സ്റ്റുഡന്റ് ആണ് ഇറങ്ങുന്നത് വെച്ചാൽ എനിക്കറിയാം. നമ്മൾ ഇത്രയും 35,000 രൂപ കൊടുത്ത് നമ്മൾ പഠിച്ചിട്ട് ഞാൻ ഓപ്ഷൻസിൽ നല്ല രീതിക്ക് പഠിച്ചിട്ടില്ല. ഓപ്ഷൻസ് എന്താണ് എന്ന് മാത്രം ഒരു തിയറി മാത്രമാണ് പഠിച്ചത്. തിയറി മാത്രം പഠിച്ച് നമ്മളൊരു അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു 2 ട്രേഡ് ആയിട്ട് എടുത്തെന്ന് തോന്നുന്നു. അത് പഠിക്കാനാണ് നമ്മുടെ ഈ യൂട്യൂബിലും എല്ലായിടത്തും ഫ്രീ ആയിട്ടുള്ളപ്പോഴും നമ്മൾ പൈസ കൊടുത്ത് വേറൊരാളും അല്ലെങ്കിൽ ഒരു സാറിന്റെ അടുത്ത് ഓഫ്ലൈൻ പോകുന്നതെന്ന് വെച്ചാൽ അവിടെ പഠിക്കാനായിട്ട് ഒരുപാട് പേര് വരും. അപ്പോൾ അവരുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും, അവരുടെ സപ്പോർട്ട് കൂടി ട്രേഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ അങ്ങനെയാണ് നടക്കുന്നത്. ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നാൽ പോകുന്നു, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മൊത്തം നമ്മൾ പഠിപ്പിക്കുന്നു, ടൈം കഴിയുന്നു, നിങ്ങൾ ഇനി ഓക്കെയാണ് സ്വന്തമായിട്ട് ട്രേഡ് ചെയ്ത് വിളിച്ചാൽ മതി, കഴിഞ്ഞു, തീർന്നു. പിന്നെ നമ്മൾ പൈസ കണ്ടെത്തി നമ്മൾ ട്രേഡ് ചെയ്ത് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ടിൽ വിളിച്ചാൽ കിട്ടില്ല. അതിനൊക്കെ ഒന്ന് മാറ്റം വരുത്തി എല്ലാവരും ഗൈഡൻസും ഇപ്പൊ നിങ്ങൾ വന്നിരുന്ന ഡയറക്റ്റ് തന്നെ നമുക്ക് സംസാരിച്ച് കാര്യങ്ങൾ ചെയ്ത് പഠിച്ച് മുന്നോട്ട് പോയി എല്ലാവർക്കും ഒരുമിച്ച് മുന്നോട്ട് പോവാം എന്ന രീതിയാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റ് നമ്മൾ ഇടുമ്പോഴത്തേക്ക് പോലും ഇവരെല്ലാരും പറയും നിങ്ങൾ ഇതിന്റെ അവസാനം കോഴ്സ് സെല്ലിംഗ് അല്ലേ? അതെ, കോഴ്സ് സെല്ലിംഗ് ആണ്. നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് കോഴ്സ് സെല്ലിംഗ് ആണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു കോഴ്സ് പഠിച്ചിട്ട് നമ്മൾക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് നമുക്ക് മാറ്റാൻ വേണ്ടി മാത്രം നമ്മൾ ഈ ഒരു കോഴ്സിലോട്ട് ഇറങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം നമ്മൾ കോഴ്സിൽ പോയി പഠിച്ച് എങ്ങനെയാണ് വന്നത് എന്ന് നമുക്കറിയാം. അപ്പോഴത്തേക്ക് അതിന്റെ ഒരു മാറ്റം വരുത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ കോഴ്സ് കൊണ്ടുവന്ന് നമുക്ക് അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വരുത്. അതെ, കോഴ്സ് സെല്ല് ചെയ്യണേൽ കുഴപ്പമില്ല. അതായത് ഇപ്പം എൻ്റെ അടുത്ത് ഒരാൾ പഠിക്കാൻ വന്നാൽ ഇപ്പം A to Z പഠിച്ച് സ്വന്തമായിട്ടൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യേണ്ടത് അവരാണ്. പക്ഷെ അവർക്കുള്ള സപ്പോർട്ട് കൊടുത്ത് പ്രോപ്പറായിട്ട് ഒരു എൻട്രി എടുക്കാൻ പറ്റണ രീതിയിൽ ഒരാൾ അല്ലാതെ നമ്മൾ ജസ്റ്റ് നോർമലി ഇപ്പം സ്റ്റോക്ക് എന്തിനാണ് ഓപ്ഷൻ എന്തിനാണെന്ന് പറഞ്ഞു പോയി കഴിഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ട് പറയാണ് നമ്മളെല്ലാം പഠിപ്പിച്ച് വിട്ടിട്ടുണ്ട്, അത് അവൻ പഠിക്കാത്തതാണ് എന്നല്ല. നമ്മൾ അതിന് എന്താണ് സ്റ്റോക്ക് എന്നുള്ള കേസ് ഫുള്ളി പഠിപ്പിച്ചാൽ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാം, നിങ്ങൾ ഇനി അത് ചെയ്യാം എന്നുള്ള കാര്യം പഠിപ്പിച്ച് ഓപ്ഷൻസ് എന്താണെന്നുള്ള രീതി പഠിപ്പിച്ച് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയി. നമ്മൾ നോർമലി നമ്മൾ നോക്കണമെന്ന് വെച്ചാൽ തിയറി ക്ലാസ് എന്ന എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നമ്മളെ ട്രേഡിങ് നമുക്ക് മാർക്കറ്റ് അവേഴ്സിൽ തന്നെ നമുക്ക് ട്രേഡ് ചെയ്ത് മുന്നോട്ട് പോയി പഠിക്കാം എന്ന ഒരു ഇതാണ് നമ്മൾ നോക്കുന്നത്. ആ ഒരു കോൺസെപ്റ്റിലോട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇപ്പൊ നമ്മള് ഇത് തന്നെ ഇപ്പം ഈ ഒരു ഫസ്റ്റ് പോഡ്കാസ്റ്റ് ആണ് നമ്മളെ, അപ്പൊ ഫസ്റ്റ് എപ്പിസോഡും ആണിത്. അപ്പം ഇതിന്റെ പോരായ്മകളെല്ലാം കാണും. അതില് നമ്മളെ ഒരു എക്സ്പീരിയൻസിനെക്കാളും എനിക്ക് തോന്നുന്നു ബെറ്റർ ആയിട്ട് നമുക്ക് സാറിനെ അല്ലെങ്കിൽ അനീസ് സാറിനെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റിയാൽ അത് അത്രയും ബെറ്റർ ആയിരിക്കും. കാരണം നമുക്ക് ഈ ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസേ നമുക്കുള്ളൂ. അത് ഇവിടെ വന്നിട്ട് പുള്ളിക്കാരനൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചൊരു വ്യക്തിയല്ല. കൊല്ലങ്ങൾക്ക് മുമ്പേ സ്വന്തമായി പഠിച്ച് എക്സ്പീരിയൻസ് ചെയ്ത് അവിടെ വർക്ക് ചെയ്ത് പൈസ കണ്ടെത്തി ട്രേഡ് ചെയ്താണ് ഇപ്പൊ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പൊ അവരെ ഒരു എക്സ്പീരിയൻസും കൂടെ പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സെക്കൻഡ് എപ്പിസോഡിൽ പുള്ളിക്കാരനെ ഇരുത്തി ഒരു ഗസ്റ്റ് ആയിട്ട് ഇരുത്തിക്കൊണ്ടുള്ള പ്ലാനിങ് നമ്മൾ ചെയ്യുന്നത്. അതെ, ഇപ്പൊ എന്തായാലും ഈസി ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ETA. അപ്പോൾ ETA എന്ന് പറയുന്നത് ഓപ്പൺ ആയിട്ട് പറയാം, പുതുതായിട്ട് വരുന്നവർക്ക് 100% സപ്പോർട്ടോട് കൂടി നല്ലൊരു ഗൈഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വിത്ത് ട്രേഡിംഗ് ഫ്ലോർ. അതായത് ഇപ്പൊ കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാലും അവർക്ക് ട്രേഡിംഗ് ഫ്ലോറിൽ വന്നിരിക്കാം, എല്ലാവർക്കും ആക്സസ് ഉണ്ട്. ഒരു ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. ETA വന്ന് പഠിച്ചിറങ്ങിയ ഒരാൾക്ക് ഓപ്ഷൻസ് ആ ഒരു ബുദ്ധിമുട്ടായി ഫീൽ ചെയ്യില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ എന്തായാലും ഒരിക്കലും അവരനുഭവിക്കേണ്ട എന്ന രീതിയിലുള്ള ആ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഈ ഒരു ഇതുമായിട്ട് വന്നിരിക്കുന്നത്. എന്തായാലും ETA എന്താണെന്നും ഇനി എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ട്രേഡിംഗ് ഫ്ലോർ എങ്ങനെ ആയിരിക്കും, വർക്ക് എല്ലാം നടക്കുന്നതേ ഉള്ളൂ. അപ്പോ അതിനെ പറ്റിയുള്ള അപ്ഡേഷൻസ് എല്ലാം നമ്മൾ ഇനി അടുത്ത വരുന്ന വീഡിയോസിൽ നമ്മൾ ഇടുന്നതാണ്. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. കുറെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ തന്നെ അറൗണ്ട് ഒരു നല്ല ലോങ് എപ്പിസോഡ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇൻട്രൊഡക്ഷൻ തന്നെ ഇത്രയും വന്നു കഴിഞ്ഞാൽ വേറെ നമ്മളൊന്നും എക്സ്പ്ലെയിൻ എന്തായാലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും അടുത്ത വീഡിയോസിൽ വരുന്ന വീഡിയോസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് ഇനിയിപ്പം വേറെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ നോക്കാം. സോ വൈൻഡ് അപ്പ് ചെയ്യണം. നമ്മള് സപ്പോർട്ട് ലൈക്ക് ഷെയർ എല്ലാ കാര്യങ്ങളും ചെയ്യണം. Hope you guys enjoyed. This is me Fahad and this is Afnan signing off.